നമസ്കാരം. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന രാശിമാറ്റം പോലെ തന്നെ പ്രാധാന്യം തന്നെയാണ് അവയുടെ ഉദയവും അസ്തമയവും. ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഓഗസ്റ്റ് 26-ന് കർക്കിടകം രാശിയിൽ ഉദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഉദയം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്നാണ് പരാമർശിക്കുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ബുധന്റെ ഉദയം ലാഭപ്രദമായി മാറും എന്നതാണ് വാസ്തവം. കാരണം ബുധൻ നിങ്ങളുടെ 7ാമത്തെ ഭാവത്തിലാണ് ഉദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങൾക്ക് സഹകരണം, പിന്തുണ ലഭിക്കുന്നതായ സമയം തന്നെയാകുന്നു. അത് സുഹൃത്തുക്കളുടെയാകാം, സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെയോ ആകാം. അത്തരത്തിൽ പൂർണ്ണമായ സഹകരണം തന്നെ ലഭ്യമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പല ജോലികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ പലതിലും പല കാര്യങ്ങളിലും പല വ്യക്തികളുടെയും സഹായത്താൽ അത് എളുപ്പമായി തീരുവാൻ, കൂടുതൽ അനായാസമായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ടും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിലും വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. തർക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും അത് മുതൽക്കൂട്ടാവുകയും ചെയ്യാവുന്നതാണ്. പങ്കാളിത്തത്തിലൂടെ പല ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും സാമ്പത്തികമോ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടങ്ങൾ, വിജയങ്ങൾ, ധനപരമായ അല്പം ഉയർച്ച, ബിസിനസ് പരമായ അല്പം നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം തന്നെയാകുന്നു. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ ഉദയം കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. ഇവരുടെ 6ാമത്തെ ഭാവത്തിലാണ് ബുധന്റെ ഉദയം സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവർക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കുംഭം രാശിയുടെ 5, 8 ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് ബുധൻ. അതിനാൽ തന്നെ ഈ സമയം ചില പ്രത്യേകമായ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. സന്താനങ്ങൾക്ക് ഉയർച്ച അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ജോലി ലഭിക്കുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ അവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ വിദ്യയിൽ അല്പം ഉയർച്ച നേടുവാൻ, അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് ചെറുകിട ബിസിനസ്സാണ് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് അല്പം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. പലവിധ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ നേടുവാൻ ഇതിലൂടെ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിലെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പോലും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് പൊതുവിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. എന്നാൽ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം
ക്ഷോഭം കൂടി നിയന്ത്രിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യവും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും ബുധന്റെ ഉദയം വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ബുധൻ ഇവരുടെ കരിയർ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഉദിച്ചിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം, ഈ കാലയളവിൽ ചില കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം വിജയങ്ങൾ, വളർച്ച സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബജീവിതത്തിൽ പലവിധ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ തൃപ്തിക്കുറവുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കുടുംബജീവിതം തൃപ്തികരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി വളരെ നല്ല സമയങ്ങൾ ചിലവിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. തൊഴിലിൽ ഉന്നതി, അത് ചെറുകിട ബിസിനസ് ആണ് എങ്കിലും നിങ്ങൾക്ക് ഉന്നതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പദവികൾ, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ബിസിനസ്സിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ലാഭപ്രദമാക്കി മാറ്റുവാൻ, ചെറുകിട കച്ചവടവുമാണ് എങ്കിൽ പോലും അത് ലാഭപ്രദമാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ സമയം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയം കൂടിയാണ് ഇത്. എന്നാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികളിൽ നിന്നും പൂർണ്ണമായ സഹകരണം അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.